നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ബിജുവിന്റെ വീട് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി സന്ദർശിച്ചു. CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക അക്രമങ്ങൾ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി. മഞ്ചേശ്വരത്തും വെള്ളരിക്കുണ്ടിലും എക്സൈസ് സർക്കിൾ ഓഫീസുകൾ സ്ഥാപിക്കുമെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള കർണാടക അതിർത്തിയിൽ അക്രമങ്ങൾ തുടർക്കഥയായതോടെ ഉപ്പള പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറി. ഇതിനായി DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നിയമസഭയിൽ മഞ്ചേശ്വരം MLA PB അബ്ദുറസാഖിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. സേവന പ്രവർത്തനങ്ങളിൽ കുടുംബസമേതം മുന്നിട്ടിറങ്ങിയതിനുള്ള അംഗീകാരവുമായി വിദ്യാനഗർ ലയൺസ് ക്ലബ്. അംഗീകാരം കൂടുതൽ മേഖലകളിലേക്ക് സേവനമെത്തിക്കാൻ പ്രചോദനം നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ KCN ന്യൂസിനോട്. എല്ലാ കാലത്തും ലോകത്തെല്ലാ ജനതയും മഹത്തായ ഈടുവെപ്പായി കവിതയെ കരുതി പോന്നിട്ടുണ്ടെന്ന് പ്രശസ്ത കവി വീരാൻകുട്ടി. രാഘവൻ വെള്ളിപ്പാടിയുടെ കവിതാ സമാഹാരം ബാർട്ടർ ജീവിതം പ്രൊഫസർ MA റഹ്മാന് നൽകി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീലേശ്വരം പള്ളിക്കരയിലെ മേൽപ്പാല നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. ആദ്യഘട്ടത്തിൽ 3 വരി പാതയായി മേൽപ്പാലം നിർമ്മിക്കും. ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിൽ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ബിജുവിന്റെ വീട് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി സന്ദർശിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക അക്രമങ്ങൾ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി പയ്യന്നൂർ കക്കമ്പാറയിൽ കൊല ചെയ്യപ്പെട്ട RSS പ്രവർത്തകൻ ബിജുവിന്റെ വീട്ടിലെത്തിയത്. ബിജുവിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും അദ്ദേഹം സംഭവങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും അതിനാൽ കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ബിജുവിന്റെ പിതാവ് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി ബിജുവിന്റെ കുടുംബത്തിന് ഉറപ്പു നൽകി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതിലവർ പരാജയപ്പെടുമ്പോഴാണ് കേന്ദ്രം ഇടപെടേണ്ടി വരുന്നതെന്നും കണ്ണൂരിൽ CPM നടത്തിവരുന്ന അക്രമ സംഭവങ്ങൾ പ്രധാനമന്ത്രിയെയും കേന്ദ്ര നേതൃത്വത്തെയും ധരിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. Member of Parliament from Mangalore, Sri Nalin Khatib, our district president, and our former president of the Bharatiya Janata Party of the state. I have been specially sent by the national president, Sri Amit Shah ji, and when he heard about this gruesome killing of the RSS worker, our political activist, our party worker, he was deeply anguished. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, മുൻ കേന്ദ്രമന്ത്രി PC തോമസ്, PK കൃഷ്ണദാസ്, K രഞ്ജിത്ത്, P സത്യപ്രകാശ് എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മഞ്ചേശ്വരത്തും വെള്ളരിക്കുണ്ടിലും എക്സൈസ് സർക്കിൾ ഓഫീസുകൾ സ്ഥാപിക്കുമെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. കർണാടക അതിർത്തി പ്രദേശമായതിനാൽ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളുടെ കടത്ത് രൂക്ഷമാകുന്നുണ്ടെന്നും ഇതിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് കലക്ട്രേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുമ്പള എക്സൈസ് റേഞ്ച് ഓഫീസ്, മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ജില്ലയിൽ കാസർഗോഡും കാഞ്ഞങ്ങാട്ടുമാണ് നിലവിൽ സർക്കിൾ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. പുതിയ 2 ഓഫീസുകളും 1 മാസത്തിനകം പ്രവർത്തനക്ഷമമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് CI ഓഫീസുകൾ ഗവൺമെൻറ്റിൻ്റെ ഗവർണറിൻ്റെ നയം പ്രഖ്യാപനത്തിലായിരുന്നു. 6 ഈ വർഷം, 6 അടുത്ത വർഷം. അപ്പോൾ ഈ വർഷം 2 ഞങ്ങളിപ്പോൾ 1 മാസത്തിൽ തുടങ്ങാൻ പോകുന്നു. ഒന്ന് വെള്ളരിക്കുണ്ടു, ഒന്ന് മഞ്ചേശ്വരം. അതിലെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വാടകയിലൊക്കെ കണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാണ്. ഗവൺമെൻറ്റിൽ നിന്ന് ചീഫ് മിനിസ്റ്റർ സാറിന് പോയി ഫയൽ കൊടുത്തു. അതിൽ ഒരു ഔപചാരികമായിട്ട് അവിടെ ഗവൺമെൻറ്റിന് പെർമിഷൻ കിട്ടാനേ ഉള്ളൂ. അത് ഉടനെ വരും. വി വിൽ സ്റ്റാർട്ട് കാരണം ഇത് തുടങ്ങുമ്പോൾ അതിൽ ഒരു PSC സെലക്ഷനൊക്കെ ഒരുപാട് സമയമുണ്ടാവും. 1 വർഷമൊക്കെ എടുക്കും. പക്ഷേ ഞങ്ങൾ ഓഫീസ് നേരത്തെ തുടങ്ങാം. കർണാടക അതിർത്തി പ്രദേശമായതിനാൽ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളുടെ കടത്ത് രൂക്ഷമാകുന്നുണ്ടെന്നും ഇവ തടയാൻ കർശന നടപടിയെടുക്കുമെന്നും ഋഷിരാജ് സിംഗ് കൂട്ടിച്ചേർത്തു.
നടപടി കൂടുതൽ ഊർജിതമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് 2 സർക്കിൾ ഓഫീസുകൾ കൂടി ആരംഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 10 മാസത്തിൽ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് 300 ടൺ, ഏകദേശം 300 ടൺ പാൻ മസാല പാൻ അവയവങ്ങളാണ്. ഇത് വിൽക്കുന്ന ആളുകളുടെ ഫൈൻ മാത്രം 11 കോടി രൂപയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 11.5 കോടി. തെക്ക് കേരളത്തിനേക്കാൾ കൂടുതൽ ആ പ്രവർത്തനം ഇവിടെ മലബാറിൽ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് കൂടി വരികയാണ്. ഇത് കൊണ്ടുവരാനുള്ള കാരണം ഇത് ഏറ്റവും കഞ്ചാവ് കേരളത്തിൽ ഏറ്റവും 95% വരുന്നത് തമിഴ്നാട് വഴിയാണ്. താങ്കൾക്ക് എഴുതാം 95%. സിന്തറ്റിക് ഗുളികൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബ്രൗൺ ഷുഗർ, കോക്കീൻ, ഹഷീഷിന് ഉണ്ടാകുന്ന ഗുളികളെല്ലാം വരുന്നത് ഗോവ, ബാംഗ്ലൂരിൽ നിന്നാണ്. ഈ പാൻപരാഗ് പാൻ അവയവങ്ങളും കൂടുതൽ വരുന്നത് 90% വരുന്നത് റെയിൽവേ മാർഗവുമാണ്. കുമ്പള എക്സൈസ് റേഞ്ച് ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നട്ടാണ് അദ്ദേഹം മടങ്ങിയത്. കേരള കർണാടക അതിർത്തിയിൽ ഗുണ്ടാ സംഘങ്ങൾ പിടിമുറുക്കുകയും അരുംകൊലകളും അക്രമവും തുടർക്കഥയായതോടെ ഉപ്പള പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറി. ഉപ്പള പോലീസ് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന് പദ്ധതി തയ്യാറാക്കുന്നതിനായി DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നിയമസഭയിൽ മഞ്ചേശ്വരം MLA PB അബ്ദുറസാഖിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകി. കർണാടക അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ വിവിധങ്ങളായ ക്രിമിനൽ സംഘങ്ങളുടെ ആക്രമണങ്ങൾ വളരെയേറെ കൂടി വരികയാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച PB അബ്ദുറസാഖ് MLA പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഇത് വളരുകയാണ്. കൂടെ ഉണ്ടാകുന്ന ഗുണ്ടാ ആക്രമണങ്ങളും കൊലപാതകങ്ങളും പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപ്പളയിൽ പോലീസ് സ്റ്റേഷൻ അത്യാവശ്യമാണെന്നും ഇപ്പോൾ പദ്ധതി പ്രാവർത്തികമായതിൽ സന്തോഷമുണ്ടെന്നും യൂത്ത് ലീഗ് മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ഗോൾഡൻ റഹ്മാൻ KCN ന്യൂസിനോട് പറഞ്ഞു. ഉപ്പളയുടെ മാറിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടും പോലീസ് സ്റ്റേഷൻ വരേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഉപ്പളയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നുള്ള ഒരു വിജ്ഞാപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ LDF സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ MLAയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു ഉപ്പളയിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. അത് DGPയോട് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളിലേറെ പ്രതീക്ഷയുണ്ടാക്കുന്നു. ഉപ്പളയുടെ ഗുണ്ടായുസങ്ങൾക്കും മറ്റു അക്രമ സംഭവങ്ങൾക്കും ഒരു പരിധിവരെ അതിലേക്ക് തടയിടാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന്റെ പരിധി വളരെ വിശാലമായതിനാൽ പോലീസിന് പ്രധാന പ്രദേശങ്ങളിലെത്താനോ ഇടപെടാനോ സാധിക്കാത്ത സ്ഥിതിയുണ്ട്. നിലവിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന് ജോലിഭാരം കൂടുതലാണ്. ഏറ്റവും വലിയ ടൗണായ ഉപ്പള ഭാഗത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് പ്രധാന പോരായ്മയാണ്. ഉപ്പള ഭാഗത്ത് പുതുതായി പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും MLA സബ്മിഷനിൽ ആവശ്യപ്പെട്ടിരുന്നു. സേവന പ്രവർത്തനങ്ങളിൽ കുടുംബസമേതം മുന്നിട്ടിറങ്ങിയതിനുള്ള അംഗീകാരവുമായി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫാമിലി ക്ലബിനുള്ള ലയൺസ് ക്ലബ്ബ് അവാർഡിനാണ് ഇവർ അർഹരായത്. എറണാകുളം ബോൾഗാട്ടിയിൽ നടന്ന ലയൺ മൾട്ടിപ്പിൾ സമ്മേളനത്തിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. സേവന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന വിദ്യാനഗർ ലയൺസ് ക്ലബ്ബാണ് മികച്ച ഫാമിലി ക്ലബ്ബായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2014 പ്രവർത്തനം തുടങ്ങിയ ലയൺസ് ക്ലബ്ബ് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് പ്രവർത്തന മികവ് കൊണ്ടും ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. വീട് നിർമ്മാണം, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, പാവപ്പെട്ട രോഗികൾക്കായി ഭക്ഷണ വിതരണം, പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ വിതരണം, മെഡിക്കൽ ക്യാമ്പുകൾ, സ്ത്രീകൾക്കായി ഡ്രൈവിംഗ്, കമ്പ്യൂട്ടർ ക്ലാസുകൾ, ഇങ്ങനെ നീളുന്നു ക്ലബിന്റെ പ്രവർത്തനങ്ങൾ. പൊതുജനങ്ങളുടെ ഉന്നമനത്തിനായും വികസനത്തിനായും കൈകോർക്കുന്ന ലയൺസ് ക്ലബ്ബ് എന്തുകൊണ്ടും ഈ അവാർഡിന് അർഹരാണെന്ന് പറയാം. ഈ അംഗീകാരം കൂടുതൽ മേഖലകളിലേക്ക് സേവനമെത്തിക്കാൻ തങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെന്നും വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മികവ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രശാന്ത് G. നായർ, അഡ്വക്കേറ്റ് K. വിനോദ് കുമാർ, K. സുകുമാരൻ നായർ എന്നിവർ KCN ന്യൂസിനോട് പറഞ്ഞു. ഇപ്രാവശ്യം കിട്ടിയ കേരളത്തിലെ നമ്പർ 1 ഫാമിലി ക്ലബ്ബ് എന്നുള്ള അവാർഡ്, ഈ അവാർഡ് വളരെ വിലപ്പെട്ടതായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞങ്ങളുടെ ക്ലബിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ക്ലബ്ബാണ്. മറ്റ് ലയൺസ് ക്ലബ്ബുകൾക്കിടയിലും വിദ്യാനഗർ ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫാമിലി കൂട്ടായ്മയാണ്. അതിന് പറ്റിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തന്നെ ഞങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഫാമിലി ക്ലബിനുള്ള അവാർഡിനെ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു അവാർഡാണ് ഈ പ്രാവശ്യത്തെ സെൻറ്റിനിയൽ അവാർഡ്. ലയൺസ് പ്രസ്ഥാനം 100ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ കേരളത്തിലെ 5 നല്ല ക്ലബ്ബുകൾക്ക് നൽകുന്ന ഒരു അവാർഡാണ് സെൻറ്റിനിയൽ അവാർഡ്. ഈ 5 ക്ലബ്ബുകൾക്ക് നൽകുന്ന സെൻറ്റിനിയൽ അവാർഡിൽ ഒന്ന് കേവലം 2.5 വർഷം മാത്രം പ്രായമായ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ
അത് വലിയൊരു അംഗീകാരമായി തന്നെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കേട്ടിട്ട് വലിയൊരു അംഗീകാരമായി തന്നെ ആയിട്ട് ഞങ്ങൾ കാണുകയാണ്. നമ്മൾ ഒരു സ്കൂളിലെ 35 ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ടീച്ചേഴ്സിന് 3 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇൻ്റർനാഷണൽ ട്രെയിനേഴ്സ് വന്നുകൊണ്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. ഇൻ്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് അത് നമ്മൾ നൽകുന്നത്. ചിന്മയ സ്കൂള് അത് വളരെ ഭംഗിയായി 3 ദിവസത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ഞങ്ങളവിടെ നടത്തുകയും കുട്ടികൾക്കായിട്ട് ഏകദേശം 800 രൂപയോളം വില വരുന്ന ഓരോ സെറ്റ് പുസ്തകങ്ങൾ, 8 പുസ്തകങ്ങൾ കുട്ടികൾക്കും 1 പുസ്തകം പാരൻറ്റിനും 2 പുസ്തകങ്ങൾ ടീച്ചേഴ്സിനും എന്ന രൂപത്തിൽ വിതരണം ചെയ്തുകൊണ്ട് അവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള നൈപുണ്യങ്ങൾ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വളർച്ചയുടെ കാലത്തുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണത്. ഗവൺമെൻറ് സ്കൂളുകൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ലയൺസ് ക്ലബ്ബ് വിദ്യാനഗർ തയ്യാറാണ്. അതിൻ്റെ മുഴുവൻ ഫണ്ടും ലയൺസ് ക്ലബ്ബ്സ് ഇൻ്റർനാഷണൽ നമുക്ക് തരികയാണ്. ക്ലബിന്റെ പ്രവർത്തനത്തിനായി നിരവധി പേരാണ് ചുക്കാൻ പിടിക്കുന്നത്. എറണാകുളം ബോൾഗാട്ടിയിൽ നടന്ന കേരളത്തിലെ മുഴുവൻ ക്ലബ്ബുകളും ഉൾപ്പെടുന്ന ലയൺ മൾട്ടിപ്പിൾ സമ്മേളനത്തിൽ മൾട്ടിപ്പിൾ കൗൺസിൽ മുൻ ചെയർപേഴ്സൺ ഡോക്ടർ NN മുരളിയിൽ നിന്നും വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് സ്ഥാപക പ്രസിഡന്റ് K വിനോദ് കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. എല്ലാ കാലത്തും ലോകത്തെല്ലാ ജനതയും മഹത്തായ ഈടുവെപ്പായി കവിതയെ കരുതി പോന്നിട്ടുണ്ടെന്ന് പ്രശസ്ത കവി വീരാൻകുട്ടി പറഞ്ഞു. NBS പ്രസിദ്ധീകരിച്ച രാഘവൻ വെള്ളിപ്പാടിയുടെ കവിതാ സമാഹാരം ബാർട്ടർ ജീവിതം പ്രൊഫസർ MA റഹ്മാന് നൽകി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഘവൻ വെള്ളിപ്പാടിയുടെ കവിതാ സമാഹാരം ബാർട്ടർ ജീവിതം പബ്ലിക് സർവൻസ് ഹാളിൽ വെച്ച് കവി വീരാൻകുട്ടി ഓടക്കുഴൽ അവാർഡ് ജേതാവ് പ്രൊഫസർ MA റഹ്മാന് നൽകി പ്രകാശനം ചെയ്തു. വായനക്കാർക്കാണ് കവിതയെക്കുറിച്ച് പറയാനുള്ള അവകാശം. അതിനെ പ്രകാശനം ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ മാഷ് ഏറെക്കാലം കവിതയിലും നിരൂപണത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള അവതാരികയും ഈ പുസ്തകം. ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായ ഒരു കൗതുകത്തിന്റെ പേരാണ് ബാർട്ടർ ജീവിതം എന്നുള്ള ഒരു 2 വാക്കുകൾ സംയോജിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു പേരാണ് ഈ പുസ്തകത്തിന് വലിയ കൗതുകം ഉണ്ടാക്കുന്നത്. പലരും പറഞ്ഞതുപോലെ അതിനെ നമുക്ക് പഴയകാല ജീവിതത്തിന്റെ സമ്പദ്ഘടനയിലുള്ള ഒരു നോട്ടം നൽകാൻ സാധ്യമാണ്. കേരള സാഹിത്യ അക്കാദമി അംഗം PVK പനയാൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘം റിക്രിയേഷൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ചടങ്ങിൽ K രാഘവൻ മാസ്റ്റർ, ബിജു ജോസഫ്, ഇബ്രാഹിം ബേവിഞ്ച, AA ഹൈദർ, VV പ്രഭാകരൻ, K സുരേന്ദ്രൻ, മുജീബ് അഹമ്മദ്, TK രാജശേഖരൻ, സുദേവ് ഭാസ്കർ, K ശാന്തകുമാരി, K രവീന്ദ്രൻ, P വിജയകുമാർ തുടങ്ങി സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പേർ സന്നിഹിതരായിരുന്നു. നീലേശ്വരം പള്ളിക്കരയിലെ മേൽപ്പാല നിർമ്മാണത്തിന് അനക്കം വെക്കുന്നു. ആദ്യഘട്ടത്തിൽ 3 വരി പാതയായി മേൽപ്പാലം നിർമ്മിക്കും. ഇതിന്റെ ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കും. ബാക്കി 3 വരിയിൽ ദേശീയപാത അതോറിറ്റി പിന്നീട് നിർവഹിക്കും. നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം 1ാം ഘട്ടത്തിൽ 3 വരി പാതയായി പണി പൂർത്തിയാക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരായിരിക്കും ഇതിനുള്ള തുക ചെലവഴിക്കുക. ദേശീയപാത 6 വരി പാതയായി പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായി പിന്നീട് മറ്റൊരു 3 വരി പാത ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് പണിയിപ്പിക്കാനാണ് ധാരണ. ഈ നിർദ്ദേശം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കേന്ദ്ര തീരുമാനമായാൽ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ പണി ആരംഭിക്കും. നേരത്തെ സേതുഭാരതം പദ്ധതിയിൽപ്പെടുത്തി 2 വരി പാതയിൽ മേൽപ്പാലം പണിയാൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് 40 കോടി രൂപ നീക്കിവെച്ചിരുന്നു. ദേശീയപാത 6 വരി പാതയാക്കാൻ തീരുമാനിച്ചതോടെ ഈ തീരുമാനത്തിന് പ്രസക്തിയില്ലാതായി. തലപ്പാടി മുതൽ കോഴിക്കോട് വരെ 3 മേഖലയായാണ് 6 വരി പാത നിർമ്മിക്കുന്നത്. 6 വരി പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പള്ളിക്കര മേൽപ്പാലം വൈകിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ 3 വരി പാതയുള്ള മേൽപ്പാലം പണിയാൻ ധാരണയായത്. ഇതു സംബന്ധിച്ച് P കരുണാകരൻ MP സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനും ദേശീയപാത അതോറിറ്റിക്കും സമർപ്പിച്ച നിർദ്ദേശം ഉന്നതതല യോഗം അംഗീകരിക്കുകയായിരുന്നു. P കരുണാകരൻ MP, M രാജഗോപാലൻ MLA, പൊതുമരാമത്ത് സെക്രട്ടറി ആശ തോമസ്, ദേശീയപാത ചീഫ് എഞ്ചിനീയർ KP പ്രഭാകരൻ, ദേശീയപാത അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ത്രിവേദി എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. നിയമങ്ങൾ കാറ്റിൽ പറത്തി മീഞ്ച ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 13ാം വാർഡിൽ ജലനിധിയുടെ കിണർ നിർമ്മാണം. നിരോധിച്ച സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ കിണർ നിർമ്മാണം മൂലം തകർന്നത് നിരവധി വീടുകൾ. പരാതി നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടി എടുക്കുന്നില്ലെന്നാണ് ആരോപണം.
മീഞ്ച ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 13-ാം വാർഡിലാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള കിണർ നിർമ്മാണം. ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കിണർ കുഴിക്കാൻ ഉപയോഗിക്കുന്നതാകട്ടെ മാരക സ്ഫോടക വസ്തുക്കൾ. കിണർ കുഴിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പരിസരത്തെ കുടുംബങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയാണ്. പരിസരത്തെ നിരവധി വീടുകളാണ് ഇതുമൂലം തകർന്നത്. ഗ്രാമപഞ്ചായത്തിലെ കോടിച്ചാൽ എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് മീഞ്ച പഞ്ചായത്ത് 1 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലത്താണ് ജലനിധിയുടെ പേരിലുള്ള കിണർ നിർമ്മാണം. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതാകട്ടെ നിയമം പാലിക്കാതെ. നിയമം ലംഘിച്ചുള്ള നടപടിക്കെതിരെ മീഞ്ച ഗ്രാമപഞ്ചായത്തിലും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലും ജലനിധിയിലും പരാതി നൽകിയെങ്കിലും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിൽ ഇവിടെ ഒരു ജലനിധിൻ്റെ പദ്ധതിയായിട്ട് ഒരു വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. 35 മീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അറിയാണ്ട് സ്ഫോടക വസ്തു ഇട്ടിട്ട് 35 തോട്ടയാണ് ഇട്ടതെന്ന് പറയുന്നത്. ഇട്ടത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഫുള്ള് ക്രാച്ചായിട്ടുണ്ട്. അതിന് എല്ലാ പരിഹാരം തരുന്നുണ്ടെന്ന് പറഞ്ഞിന് ഇതുവരെ ആയിട്ട് അതിലേക്കൊന്നും പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ കൂലിപ്പണിയെടുത്തിട്ട് ജീവിക്കുന്നതാണ് സംഭവം. അതിന് പോലീസ് കംപ്ലൈൻറ്റും മറ്റു പരാതിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് അതിലൊരു നടപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കിണർ നിർമ്മിക്കുന്നതിനെതിരെയും ഇതിനെതിരെ കർശന നടപടിയെടുക്കാനും അധികൃതർ വേണ്ട നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഹെൽപ്പ് ലൈൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ നവീകരിച്ച ആരിക്കാടി കുമ്പോൾ പുൽമാട് ഗ്രൗണ്ട് മെയ് 20-ന് ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിജയ് ഭരദ്വാജ്, പ്രമുഖ സിനിമാ താരം അബു സലീം തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. മെയ് 20-ന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കർണാടക മന്ത്രിമാരായ UT ഖാദർ, രമാനാഥ റായ് മഞ്ചേശ്വരം, PB അബ്ദുറസാഖ് MLA തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. ചടങ്ങിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിജയ് ഭരദ്വാജ്, ഇന്ത്യൻ ഗോൾ കീപ്പർ TP രഹനേഷ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. വാട്സപ്പ് കൂട്ടായ്മ ഏകദേശം 10 ലക്ഷം രൂപയോളം ഇതിലൂടെ സംഭരിച്ച് അതിൻ്റെ നവീകരണം നടത്തിയതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ അധികാരികൾ അതിന് വേണ്ടുന്ന സഹായം നൽകാം. പക്ഷേ ഒരു 2 വർഷം മുമ്പ് MLA ഫണ്ടിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ പഞ്ചായത്ത് മുഖാന്തരം നൽകുകയും അത് മഴക്കാലത്ത് അതിൻ്റെ പണി തുടങ്ങിയത് കൊണ്ട് മഴയുമായി ബന്ധപ്പെട്ട് അത് ഒരു ഗുണം ലഭിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും മറുനാട്ടിലുള്ള വാണിജ്യ പ്രമുഖർ, സാധാരണക്കാർ, കായികവുമായി ബന്ധമുള്ള ആളുകൾ അവരൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൗണ്ട് ഇന്ന് നവീകരിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 20-ാം തീയതി നടക്കുകയാണ്. ദേശീയ കാർ റാലി ജേതാവ് മൂസ ഷെരീഫ് മൊഗ്രാൽ, പ്രമുഖ സിനിമാ താരം അബു സലീം, നീന്തൽ താരം സൈഫുദ്ദീൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അഷ്റഫ് കർല, ഷാഹുൽ തങ്ങൾ, അലി ഷഹാമ, സിദ്ദിഖ് ലോഗി തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്യാവര BS നഗറിൽ മോഷ്ടാക്കൾ വിലസുന്നു. തബലീദ് പള്ളിക്ക് സമീപം ഉസ്മാന്റെ വീട്ടിൽ നിന്നും 12 പവനോളം സ്വർണവും 45,000 രൂപയും മോഷണം പോയി. മഞ്ചേശ്വരം SI അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. മഞ്ചേശ്വരം സ്റ്റേഷൻ പരിധിയിലെ ഉദ്യാവര BS നഗറിലാണ് സംഭവം. പള്ളിക്ക് സമീപമുള്ള ഉസ്മാന്റെ വീട്ടിൽ നിന്നും 12 പവനോളം വരുന്ന സ്വർണവും 45,000 രൂപയും മോഷണം പോയി. സ്കൂൾ അവധിക്ക് കുടുംബ വീട്ടിൽ പോയ സമയത്താണ് കവർച്ച. വീട് കുത്തിത്തുറന്ന ನಿಲೆಯಲಾണെന്ന് ಅಯಲ್ വീട്ടുകാർ അറിയിച്ചപ്പോഴാണ് ഉസ്മാൻ മോഷണ ವಿವரம் അറിയുന്നത്. ನಿನ್ನೆ ಬೆಳಿಗ್ಗೆ ನಾನು ಬಂದಿದ್ದೇನೆ, ಇಲ್ಲಿ ಏನಾಗಲಿಲ್ಲ. ಇವತ್ತು ಮನೆ ಪಕ್ಕದವರು ಹೇಳಿದ್ದಾರೆ ನಿಮ್ಮ ಮನೆಗೆ ಕಳ್ಳ ಬಂದಿದ್ದಾರೆ ಅಂತ. ನೋಡುವಾಗ ಮನೆ ಓಪನ್ ಮಾಡಿ ನೋಡುವಾಗ ಎಲ್ಲ ಬಂಗಾರು ಮತ್ತು ಹಣ ಎಲ್ಲ ಇತ್ತು, ಅದೆಲ್ಲ ಹೋಗಿದೆ, ಕಳ್ಳರು ತಗೊಂಡು ಹೋಗಿದ್ದಾರೆ. ಮತ್ತು ಮಂಜೇಶ್ವರ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ನಾನು ಕೇಸ್ ಕೊಟ್ಟಿದ್ದೇನೆ. ಬಂಗಾರು ಮತ್ತು ಅದರ ಮಾಲೆ ಮತ್ತು ಚೈನು ಮೋದ್ರ ಎಲ್ಲ ಇತ್ತು. ಒಂದು 12 ಫೋನ್ ತನಕಿತ್ತು. ಮತ್ತು 45,000 ಹಣ ಇತ್ತು, അത് സഹ കൊണ്ടുപോയിದ್ದಾರೆ. വീടിന്റെ അലമാരയും വാതിലും കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരം SI അനൂപും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ചെറുവത്തൂർ ജനത. മയിച്ചയിലെ അടിപ്പാത നിർമ്മാണത്തിനായി യന്ത്രസാമഗ്രികളുമായി എത്തിയ ലോറി റോഡിൽ കുടുങ്ങിയപ്പോൾ മതിൽ പൊളിച്ചും മരം മുറിച്ചും എല്ലാ സഹായങ്ങളും ഒരുക്കി നാട്ടുകാർ. റെയിൽവേ അടിപ്പാതയ്ക്ക് വേണ്ടി ക്രെയിനടക്കമുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവന്ന ലോറികൾ ഇടുങ്ങിയ റോഡിൽ കുടുങ്ങി. വിവരമറിഞ്ഞെത്തിയ നൂറുകണക്കിന് നാട്ടുകാർ റോഡരികിലെ മതിലുകൾ പൊളിച്ചുമാറ്റിയും തെങ്ങുകൾ പിഴുതുമാറ്റിയും ഒരു ദിവസം നീണ്ട പ്രയത്നത്തിന് ശേഷം വാഹനങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. മയിച്ച റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിനായി തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്ന് ക്രെയിനടക്കമുള്ള സാധന സാമഗ്രികളുമായി എത്തിയ ലോറികളാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഇടുങ്ങിയ റോഡിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ കുടുങ്ങിയത്. 5 ലോറികളാണ് ഉണ്ടായിരുന്നത്. വലിയ ലോറികളിൽ കൊണ്ടുവന്ന ഇവ വഴിയിൽ കിടന്നതോടെ കഴിഞ്ഞ ദിവസം
രാവിലെയോടെ നാട്ടുകാർ സ്ഥലത്തെത്തി പരിഹാരമാർഗം ആലോചിച്ചു. റോഡിന് വീതി കൂട്ടാൻ റോഡിൽ മണ്ണിറക്കുകയായിരുന്നു ഇവർ ആദ്യം ചെയ്തത്. ഇതിനാവശ്യമായ മണ്ണ് കൊണ്ടുവരവെ ലോറികൾ റവന്യൂ ഉദ്യോഗസ്ഥർ തടഞ്ഞു. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കലക്ടറുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടു. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയ ലോറികൾ കണ്ണങ്കൈ പാലത്തിന് സമീപം വീണ്ടും കുടുങ്ങി. റോഡരികിലെ മതിലുകളും തെങ്ങുകളുമായിരുന്നു പ്രശ്നം. വീട്ടുകാരോട് കാര്യം പറഞ്ഞപ്പോൾ മതിൽ പൊളിക്കാനുള്ള അനുവാദം കിട്ടി. ഉടൻ മതിൽ പൊളിച്ചു മാറ്റി. 3 തെങ്ങുകളും മുറിച്ചു. മുന്നോട്ട് നീങ്ങിയ ലോറികൾ കാരിയിലെത്തുമ്പോൾ മതിലിന് മുന്നിൽ വീണ്ടും കുടുങ്ങി. ലോറികളോടൊപ്പം പിന്നാലെ നീങ്ങിയ നാട്ടുകാർ വീണ്ടും മതിൽ കെട്ടിയ വീട്ടുകാരോട് അനുവാദം ചോദിച്ച് മതിൽ പൊളിച്ചു മാറ്റി. ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയ ലോറികൾ മൈച്ചയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് എത്തുമ്പോഴേക്കും രാത്രി 8 മണിയായിരുന്നു. പ്രദേശത്തെ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ ഈ അണ്ടർ പാസേജ് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടുകാർ ഒന്നടങ്കം ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച്, അതായത് മതിലുകൾ പൊളിച്ചും അതുപോലെ തന്നെ ഒരുപാട് തെങ്ങുകൾ ഫലവൃക്ഷങ്ങൾ പൊരിച്ചു മാറ്റിയും അതുപോലെ തന്നെ റോഡിന് വീതി കൂട്ടിയും കണ്ടങ്ങൾ ഒക്കെ നികത്തി ഒരുപാട് പാടങ്ങളൊക്കെ താൽക്കാലികമായി നികത്തി ഇത് കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന നാട്ടുകാർ ഒന്നടങ്കം ശ്രമകരമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ കണ്ടെയ്നർ നമ്മൾ ഈ അണ്ടർ പാസേജിൻ്റെ ഈ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. തങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന മൈച്ചയിലെ റെയിൽവേ അടിപ്പാതയുടെ പൂർത്തീകരണത്തിനായി എല്ലാവിധ സഹായങ്ങളുമായി മുന്നിൽ നിന്ന കാഴ്ചയായിരുന്നു ഇന്നലെ ചെറുവത്തൂരിൽ കണ്ടത്. പ്രകൃതി സംരക്ഷണ സന്ദേശവുമായി സംസ്ഥാന പ്രകൃതി സംരക്ഷണ യാത്രാ പര്യടനം തുടങ്ങി. വൃക്ഷമിത്രയാണ് സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് വൃക്ഷമിത്രയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് യാത്രയ്ക്ക് തുടക്കമിട്ടത്. PB അബ്ദുൾ റസാഖ് MLA യാത്ര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വൃക്ഷത്തൈകൾ നടുന്നത്. ഫലവൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. മെയ് 15-ാം തീയതിയാണ് കാസർഗോഡുള്ള സിവിൽ സ്റ്റേഷനിൽ നിന്നും PB അബ്ദുൾ റസാഖ് നേതൃത്വം നൽകി നമ്മൾ അവിടെ വൃക്ഷത്തെ നട്ടുകൊണ്ടാണ് നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മൾ പല സ്ഥലങ്ങളിലും ഓരോ ചെടി വീതം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലും മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് സംരക്ഷിക്കാനുള്ള നടപടികളും നമ്മൾ അതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ പരിസരത്ത് താലൂക്ക് ഓഫീസ് വളപ്പിലും വൃക്ഷത്തൈകൾ നട്ടു. ഫയർ സ്റ്റേഷൻ വളപ്പിൽ പ്ലാവ് നട്ടുകൊണ്ടാണ് പ്രകൃതി സംരക്ഷണ സന്ദേശയാത്ര പ്രചരണം നടത്തിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ രാജേഷ് മരത്തൈ നട്ടു. ജാഥാംഗങ്ങളായ ബിജു കൊട്ടാരക്കര, വൃക്ഷമിത്ര പ്രസിഡന്റ് സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂലി കുടിശ്ശിക പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ കുറ്റകരമായ അലംഭാവം കാട്ടിയതായി BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ പറഞ്ഞു. 2015-16 വർഷത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് നൽകിയ ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ച കണക്കുകൾ ഇതുവരെയും കേന്ദ്രത്തിന് സമർപ്പിച്ചില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. നിശ്ചിതമായ സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതിയുടെ കണക്കുകൾ 6 മാസത്തിൽ കൊടുക്കുമ്പോൾ വീണ്ടും ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കാത്തത് കൊണ്ട് പൈസ തരാത്തതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയില്ല. അപ്പോൾ അത് അടിയന്തരമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്ത് ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ ശമ്പളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൃത്യനിർവഹണ പരാജയം മറച്ചുവെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ, BMS ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ, T കൃഷ്ണൻ, TV സത്യനാഥ്, KV ബാബു, ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിൽ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ബിജുവിന്റെ വീട് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി സന്ദർശിച്ചു. CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക അക്രമങ്ങൾ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി. മഞ്ചേശ്വരത്തും വെള്ളരിക്കുണ്ടിലും എക്സൈസ് സർക്കിൾ ഓഫീസുകൾ സ്ഥാപിക്കുമെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കേരള കർണാടക അതിർത്തിയിൽ അക്രമങ്ങൾ തുടർക്കഥയായതോടെ ഉപ്പള പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറി. ഇതിനായി DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നിയമസഭയിൽ മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. സേവന പ്രവർത്തനങ്ങളിൽ കുടുംബസമേതം മുന്നിട്ടിറങ്ങിയതിനുള്ള അംഗീകാരവുമായി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ്. അംഗീകാരം കൂടുതൽ മേഖലകളിലേക്ക് സേവനമെത്തിക്കാൻ പ്രചോദനം നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ KCN ന്യൂസിനോട്. എല്ലാ കാലത്തും ലോകത്തെല്ലാ ജനതയും മഹത്തായ ഈടുവെപ്പായി കവിതയെ കരുതി പോന്നിട്ടുണ്ടെന്ന് പ്രശസ്ത കവി വീരാൻകുട്ടി. രാഘവൻ വെള്ളിപ്പാടിയുടെ കവിതാ സമാഹാരം ബാർട്ടർ ജീവിതം പ്രൊഫസർ MA റഹ്മാന് നൽകി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീലേശ്വരം പള്ളിക്കരയിലെ മേൽപ്പാല നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. ആദ്യഘട്ടത്തിൽ 3 വരി പാതയായി മേൽപ്പാലം നിർമ്മിക്കും. ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.